കഷായമൊക്കെ കലക്കി കൊടുത്ത് കൊന്നു എന്ന് കേൾക്കുമ്പോ ആദ്യം ഞെട്ടിയായിരുന്നു. പിന്നെ ഞെട്ടാതെ പിന്നെ ഒരു പെണ്ണല്ലേ ചെയ്തത്. പേടിയാ, എല്ലാവർക്കും പേടിയാണ്. അന്നൊക്കെ പിന്നെ ജ്യൂസ് കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ജ്യൂസ് കാണുമ്പോ ജ്യൂസ് കാണുമ്പോ പേടിയുണ്ടോ? ഇപ്പൊ ജ്യൂസ് കാണുമ്പോൾ പേടിയില്ല. ഇപ്പൊ ചേട്ടന് പ്രണയമുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോ പോയത് നന്നായി തോന്നുന്നത്. സത്യം. ഇതിനെയും ബ്രൂട്ടലായിട്ട് നടന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും എതിരെ ഇതുപോലൊരു കേസ് വിധി വന്നിട്ടില്ല. അതെന്താണെന്ന് മാത്രം ഒരു കാരണം ഇതിലും ബ്രൂട്ടലായിട്ട് കൊലപാതകം ചെയ്യപ്പെട്ടിട്ടും വധശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ കിട്ടുന്നതിനോട് നല്ല കുഴപ്പമില്ല. ഈ പ്രണയിച്ച് ഇങ്ങനെ വഞ്ചിക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? വഞ്ചിക്കണം എന്നുള്ളവരാണെങ്കിൽ പ്രണയിക്കാൻ പോകരുത് അല്ലേ? അപ്പൊ എന്താ പേര്? ഗ്രീഷ്മ. അവളൊരുത്തിനെ കൊന്നില്ലേ, അപ്പോൾ അവൾക്ക് ആ ശിക്ഷ തന്നെ കിട്ടണം. ഇതുപോലെ ചെയ്യണം, ഇല്ലെങ്കിൽ ഒത്തിരി കേസ് ഇതുപോലെ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അവർക്ക് ഇനി ഒരു പേടി ഉണ്ടാവുള്ളൂ. ഏറ്റവും വലിയൊരു തെറ്റല്ലേ ചെയ്തത്. കാമുവിന് വിഷം കൊടുക്കുക എന്ന് പറയുമ്പോഴേക്ക് അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടിയെ അവൾ വിഷം കൊടുത്തു പോകുന്നത്. അപ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും വധശിക്ഷ തന്നെ കിട്ടണം. ഇത് ഒരാൾക്ക് കൊടുത്തോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും തുല്യനീതി ആയിരിക്കണം. പക്ഷെ വധശിക്ഷ കൂടിപ്പോയില്ല. വധശിക്ഷ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതാ കൊടുക്കേണ്ടത് അല്ലേ? ഓക്കെ, താങ്ക് യു.